ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 2027 LDC അതിനു വേണ്ടിയിട്ട് ഇന്നു മുതൽ പഠിച്ചു തുടങ്ങുകയാണ്. എല്ലാവരും സെറ്റല്ലേ? വിശദമായിട്ടൊന്നും പറയുന്നില്ല, പക്ഷേ LDCക്ക് മാത്രമല്ല ഈ ക്ലാസ്സുകൾ ഉപകരിക്കുക. കാരണം വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ക്ലാസ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. നോട്ട്സുകൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ്. നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു ചെറിയ പോർഷൻ എടുത്ത് പഠിക്കാം. ഇന്ന് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, അതിനെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. പോയിന്റുകൾ എഴുതിയെടുക്കാൻ പഠിക്കുക. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ കുറിച്ചുള്ള അതിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്, അത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ച് മാത്രമാണ്. ഓക്കെ, തുടങ്ങുകയാണ്. ആദ്യത്തെ ചോദ്യം: ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാണ്? ഉത്തരം MN റോയ്. ഏതു വർഷമാണ്? 1934 ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് MN റോയ്. ഇദ്ദേഹം ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഏത് പത്രത്തിലൂടെയാണ്? ഇന്ത്യൻ പാട്രിയറ്റ് എന്ന പത്രത്തിലൂടെയാണ് MN റോയ് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം മുന്നോട്ട് വെച്ചത്. അതേ വർഷം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒരു ഭരണഘടനാ നിർമ്മാണത്തിനുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. 1934 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഭരണഘടനാ അസംബ്ലി എന്ന ആവശ്യം, ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കാൻ ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആവശ്യം 1935 ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഔദ്യോഗികമായി മുന്നോട്ട് വെച്ചു. ഇന്ത്യക്കൊരു ഭരണഘടന നിർമ്മാണത്തിനുള്ള ആവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1934 പറയുന്നുണ്ട് എങ്കിലും, നിർദ്ദേശം മുന്നോട്ട് വെച്ചു എങ്കിൽ പോലും ഔദ്യോഗികമായി 1935 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കാൻ ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? അത് സ്വരാജ് പാർട്ടിയാണ്. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം ഏതാണ്? ബോംബെ സമ്മേളനം. 1935 ബോംബെ സമ്മേളനത്തിലാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ 1935 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INCയുടെ അധ്യക്ഷൻ, ആ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട 1935 INC സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ഒരു വർഷം കൂടെ പഠിക്കാനുണ്ട്. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ഔദ്യോഗികമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം ഏതാണ്? 1936 ഫൈസാപൂർ സമ്മേളനമാണ്. അവിടെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ഔദ്യോഗികമായി, ആ വേർഡ് ശ്രദ്ധിക്കണം, ഔദ്യോഗികമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനമാണ് ഫൈസാപൂർ സമ്മേളനം. 1936 അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. എന്നാൽ ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട സമ്മേളനം ചോദിക്കുകയാണെങ്കിൽ 1935 ബോംബെ സമ്മേളനമായിരുന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ആ വർഷത്തെ അധ്യക്ഷൻ. ഈ പോയിന്റ് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കാൻ മോത്തിലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഓൾ പാർട്ടി കോൺഫറൻസിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു.
1928 മെയ് 19 ഈ കമ്മിറ്റി രൂപീകരിച്ചത്. മോത്തിലാൽ നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത് എന്ന ചോദ്യം നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം. 1928 ഓഗസ്റ്റ് 10 മോത്തിലാൽ നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓഗസ്റ്റ് ഓഫർ ഏത് വർഷം? 1940 ഓഗസ്റ്റ് ഓഫർ. എന്താണ് ഓഗസ്റ്റ് ഓഫർ? 1938 ജവഹർലാൽ നെഹ്റു INCയെ പ്രതിനിധീകരിച്ച് പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണഘടനാ അസംബ്ലി ബാഹ്യ ഇടപെടലുകളില്ലാതെ സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന രൂപപ്പെടുത്തണം എന്ന് പ്രഖ്യാപിച്ചു. ഒടുവിൽ 1940 ഓഗസ്റ്റ് ഓഫർ എന്നറിയപ്പെടുന്ന പ്രഖ്യാപനത്തിലൂടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ ആവശ്യം തത്വത്തിൽ അംഗീകരിച്ചു എന്നതാണ് ഓഗസ്റ്റ് ഓഫർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1942 ക്യാബിനറ്റ് അംഗമായ സ്റ്റാഫോർഡ് ക്രിപ്സ് ബ്രിട്ടീഷ് സർക്കാരിന്റെ കരട് നിർദ്ദേശവുമായി ഇന്ത്യയിലെത്തുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ഒരു സ്വതന്ത്ര ഭരണഘടനയുടെ രൂപീകരണം എന്നതായിരുന്നു ഇതിലെ വാഗ്ദാനം. 1946 ഡിസംബറിൽ അത് യാഥാർത്ഥ്യമാവുകയുണ്ടായി. ഒടുവിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചു. ക്യാബിനറ്റ് മിഷനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതുണ്ട്, കാരണം ഒരു ഇമ്പോർട്ടന്റ് പോർഷൻ ആണത്. ക്യാബിനറ്റ് മിഷൻ 1946 ഫെബ്രുവരിയിൽ ക്ലമന്റ് ആറ്റ്ലി ഗവൺമെന്റ്, അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലമന്റ് ആറ്റ്ലി ഇന്ത്യയിലേക്ക് അയച്ച ഒരു ഉന്നത അധികാര ദൗത്യമായിരുന്നു ക്യാബിനറ്റ് മിഷൻ. ഇതിൽ എത്ര അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? 3 ബ്രിട്ടീഷ് ക്യാബിനറ്റ് അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പെത്തഫിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ എന്നീ 3 ബ്രിട്ടീഷ് അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? വേവൽ പ്രഭു ആയിരുന്നു ബ്രിട്ടീഷ് വൈസ്രോയി. ക്യാബിനറ്റ് മിഷൻ ഡൽഹിയിൽ എത്തിയത് മാർച്ച് 24, 1946 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെത്തിയത് മാർച്ച് 23. ഇന്ത്യയിലെത്തിയത് ചോദിച്ചാൽ 1946 മാർച്ച് 24 ഡൽഹിയിലാണ്. ആ സമയത്തെ ഇന്ത്യൻ വൈസ്രോയി, ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? വേവൽ പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ എത്തിയത് എന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യം വരികയാണെങ്കിൽ മാർച്ച് 23, 1946 കറാച്ചിയിലാണ് ക്യാബിനറ്റ് മിഷൻ എത്തുന്നത്. നിലവിൽ അത് പാകിസ്ഥാനിലാണ്. മെയ് 16, 1946 മെയ് 16 ക്യാബിനറ്റ് മിഷൻ തങ്ങളുടെ പ്ലാൻ പ്രസിദ്ധീകരിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 1946 മെയ് 16. ക്യാബിനറ്റ് മിഷന്റെ ലക്ഷ്യം ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യൻ നേതൃത്വത്തിലേക്ക് അധികാരം കൈമാറുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുക എന്നതായിരുന്നു ക്യാബിനറ്റ് മിഷന്റെ ലക്ഷ്യം. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി ഭരണഘടനാ നിയമനിർമ്മാണ സഭ നിലവിൽ വരുന്നു. അതിനു മുമ്പേ താൽക്കാലിക അധ്യക്ഷനായി ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുണ്ടായിരുന്നു. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1942 മാർച്ച് 22. വെവൽ പ്ലാൻ പ്രഖ്യാപിച്ച വർഷം 1945 ജൂൺ 14. ക്യാബിനറ്റ് മിഷൻ ഡൽഹിയിലെത്തിയ വർഷം നമ്മൾ പഠിച്ചു 1946 മാർച്ച് 24. ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് എന്നാണ്? 1946 ഡിസംബർ 6 ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചത്. ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ 9. ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ 9. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207 അംഗങ്ങളാണ് ആദ്യ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ യോഗത്തിൽ പങ്കെടുത്തത്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം 9.
കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് എവിടെ വെച്ചായിരുന്നു? ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ചാണ്. ഇപ്പോൾ ഈ ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ ഇപ്പോൾ അറിയപ്പെടുന്ന പേരെന്താണ്? സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റ്. സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റ് എന്നാണ് ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ ഇപ്പോൾ അറിയപ്പെടുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തിയാണ് JB കൃപലാനി. JB കൃപലാനിയാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത്. ആദ്യ സമ്മേളനത്തിന്റെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഏറ്റവും പ്രായം കൂടിയ വ്യക്തി, അതായത് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ അധ്യക്ഷനായ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇദ്ദേഹത്തെ സ്ഥിരം അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് 1946 ഡിസംബർ 11-നാണ്. ഉപാധ്യക്ഷന്മാർ HC മുഖർജി, VT കൃഷ്ണമാചാരിയും HC മുഖർജിയുമായിരുന്നു ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13-നാണ്. ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജനുവരി 22-നാണ്. ഈ വർഷങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13-നും 1947 ജനുവരി 22-നാണ് ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ ആകെ അംഗസംഖ്യ എത്രയായിരുന്നു? 389 ആയിരുന്നു ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ ആകെ അംഗസംഖ്യ. ഇതിൽ 296 അംഗങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും 93 അംഗങ്ങൾ പ്രിൻസിലി സ്റ്റേറ്റ്സിൽ നിന്നും ഉള്ളവരായിരുന്നു. ഒന്നുകൂടെ പറയാം, ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ ആകെ അംഗസംഖ്യ 389. ഇതിൽ 296 അംഗങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും 93 അംഗങ്ങൾ പ്രിൻസിലി സ്റ്റേറ്റ്സിൽ നിന്നും ഉള്ളവരായിരുന്നു. ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഏതു വർഷമാണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലേക്കുള്ള 296 സീറ്റുകളുടെ തിരഞ്ഞെടുപ്പ് നടന്നത്? 1946 ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലേക്കുള്ള 296 സീറ്റുകളുടെ തിരഞ്ഞെടുപ്പ് നടന്നത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ 82% സീറ്റുകൾ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. 296 അംഗങ്ങളിൽ 4 സിഖ് മതസ്ഥരും 3 ആംഗ്ലോ ഇന്ത്യൻസും 3 പാഴ്സി മതസ്ഥരും ഉൾപ്പെടുന്നുണ്ട്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നു ഫ്രാങ്ക് ആന്റണി. അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ ഭരണഘടനയുടെ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ആരായിരുന്നു? SN മുഖർജി. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ ഭരണഘടനയുടെ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ആയിരുന്നു SN മുഖർജി. ഭരണഘടനയുടെ നിയമനിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണ് ഫ്രാങ്ക് ആന്റണി. ഇനി നമുക്ക് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളികളെ കുറിച്ച് പഠിക്കാം. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളി അംഗങ്ങളുടെ എണ്ണം 17 പേരായിരുന്നു. 3 വനിതകൾ ഉൾപ്പെടെ 17 പേരായിരുന്നു ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗങ്ങളായിരുന്ന മലയാളികൾ. അവർ ആരൊക്കെയാണെന്ന് നോക്കാം. തിരുവിതാംകൂറിൽ നിന്നും പട്ടം A താണുപിള്ള, R ശങ്കർ, PS നടരാജപിള്ള, KA മുഹമ്മദ്, PT ചാക്കോ ഇവരായിരുന്നു തിരുവിതാംകൂറിൽ നിന്നുമുള്ള അംഗങ്ങൾ. കൊച്ചിയിൽ നിന്ന് പനമ്പള്ളി ഗോവിന്ദമേനോൻ. ഇനി നമുക്ക് നോക്കാനുള്ളത് മദ്രാസ്, അതായത് മലബാർ ഏരിയയിൽ നിന്ന് K മാധവ മേനോൻ, P കുഞ്ഞിരാമൻ, KTM അഹമ്മദ് ഇബ്രാഹിം, B പോക്കർ, AK മേനോൻ, അബ്ദുൾ സത്താർ ഹാജി, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് ഡോക്ടർ ജോൺ മത്തായി. ഇനി നമുക്ക് വനിതകൾ ആരൊക്കെയാണെന്ന് നോക്കാം. മലബാറിൽ നിന്നും അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, അതേപോലെ തന്നെ തിരുവിതാംകൂറിൽ നിന്ന് ആനി മസ്ക്രീൻ.
ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് എന്നതാണ്. 299 അംഗങ്ങളാണ് ഇന്ത്യ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം. അതായത് 299 എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളുടെ അംഗങ്ങളുടെ എണ്ണം 229 പ്രിൻസിലി സ്റ്റേറ്റ്സിലെ അംഗങ്ങളുടെ എണ്ണം 70ലേക്കും ചുരുങ്ങി. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം 17 ആയിരുന്നു. അതേപോലെ തന്നെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളി സാന്നിധ്യം എത്രയായിരുന്നു? 17 അംഗങ്ങളായിരുന്നു. വിഭജനത്തിന് ശേഷം വനിതകളുടെ എണ്ണം 15. അതായത് ഒന്നുകൂടെ പറയാം, ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ വനിതകളുടെ എണ്ണം 17. എന്നാൽ ഭരണഘടനാ നിയമനിർമ്മാണ സഭ ഇന്ത്യ വിഭജനത്തിന് ശേഷം അംഗങ്ങളുടെ, അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം അംഗങ്ങളുടെ എണ്ണം 15 ആയി ചുരുങ്ങി. ഈ 15 അംഗങ്ങളെ നമുക്ക് പരിചയപ്പെടാം. 1 അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ, ദാക്ഷായണി വേലായുധൻ. ഇവർക്കൊരു പ്രത്യേകത കൂടെയുണ്ട്. ഭരണഘടനാ സമിതിയിലെ 3 മലയാളി വനിതകളാണ്. അടുത്തതായി ബീഗം ഐസ്വാസ് റസൂൽ, ദുർഗാബായ് ദേശ്മുഖ്, ഹൻസ ജിവ്രാജ് മേത്ത, കമല ചൗധരി, ലീല റോയ്, പൂർണിമ ബാനർജി, മാലതി ചൗധരി, രാജ്കുമാരി അമൃത് കൗർ, രേണുക റായ്, സരോജിനി നായിഡു, സുജേത കൃപലാനി, വിജയലക്ഷ്മി പണ്ഡിറ്റ് എന്നീ 15 വനിതകളായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം ഉണ്ടായിരുന്ന 15 വനിതകൾ. അടുത്ത ചോദ്യം നോക്കാം. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഏക മുസ്ലിം വനിത ആരായിരുന്നു? ബീഗം ഐസാസ് റസൂലായിരുന്നു ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഏക മുസ്ലിം വനിത. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഏക ദളിത് വനിതയായിരുന്നു മലയാളിയായ ദാക്ഷായണി വേലായുധൻ. ഇന്ത്യ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ വനിതകളുടെ എണ്ണം 15, അതിനു മുന്നേ 17. ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഫ്രാങ്ക് ആന്റണി, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ ഭരണഘടനയുടെ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ SN മുഖർജി. കുറച്ച് എക്സ്ട്രാ പോയിന്റുകൾ പഠിക്കാം. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ മുദ്രയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആനയാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ BN റാവു. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സെക്രട്ടറി HVR അയ്യങ്കർ. ഈ പോയിന്റുകളൊക്കെ എഴുതിയെടുക്കണേ. നെക്സ്റ്റ് പോയിന്റ്, സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി സമ്മേളിച്ചത് 1947 നവംബർ 16 നിയമനിർമ്മാണ സഭയുടെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നിയമനിർമ്മാണ സഭയുടെ സ്പീക്കർ ആരായിരുന്നു? GV മവ്ലങ്കർ. ഭരണഘടനയ്ക്ക് 11, അതായത് ഇന്ത്യൻ നിയമനിർമ്മാണ സഭയിലെ സെഷനുകൾ ആകെ എത്ര സെഷനുകളായിരുന്നു ഉണ്ടായിരുന്നത്? 11 സെഷനുകളായിരുന്നു ഉണ്ടായിരുന്നത്. 1946 ഡിസംബർ 9 ആദ്യത്തെ സെഷൻ. 9 തുടങ്ങി 23 അവസാനിക്കുന്ന ഒരു സെഷനായിരുന്നു. 1946 ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഫസ്റ്റ് സെഷൻ. എങ്കിൽ ലാസ്റ്റ് സെഷൻ 11ാമത്തെ സെഷൻ 1949 നവംബർ 14 തുടങ്ങി 26 അവസാനിക്കുകയുണ്ടായി. നവംബർ 14 മുതൽ 26 വരെയായിരുന്നു 1949 11ാമത്തെ സെഷന്റെ കാലാവധി. 1950 ജനുവരി 24 അവസാനമായി ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഒത്തുചേർന്നു. ഈ ക്ലാസ് നമുക്ക് ഇന്നിവിടെ അവസാനിപ്പിക്കാം. ഇനി ചെറിയ രണ്ട് പോർഷൻ കൂടെ പറയാനുണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികൾ, ആ കമ്മിറ്റിയിലെ ചെയർമാൻമാരെ കുറിച്ച്, അതേപോലെ തന്നെ ഭരണഘടനയുടെ രൂപീകരണവും അതിൽ കുറച്ച് ഡേറ്റ്സ് ഒക്കെ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ബേസിക് ഫാക്ട്സ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ മൈനർ കമ്മിറ്റികൾ, ഉപകമ്മിറ്റികൾ എന്നിവയെ കുറിച്ചും പറയാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഈ
ക്ലാസ്സുകൾ, ഒരു 5 ക്ലാസ്സുകൾ, 15ഓളം ക്ലാസ്സുകൾ, 15 ചുരുങ്ങിയത് 15 ക്ലാസ്സുകൾ നമുക്ക് ആവശ്യം വരും ഭരണഘടന എടുത്തു തീർക്കാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ ഓരോ 5 ക്ലാസ്സുകൾ കഴിയുമ്പോഴും ഒരു എക്സാം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഗൂഗിൾ ഫോമിലൂടെയാണ് എക്സാം നടക്കുക. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. പിന്നെ വേറെ എന്താ പറയാനുള്ളത്, കൂടുതൽ പോയിന്റുകൾ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തുക. ഓക്കെ, വീണ്ടും പറയുന്നു, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പഠിക്കാം. എന്തായാലും 2027 LDC നമ്മുടേതാക്കി മാറ്റാൻ ശ്രമിക്കാം. ഓക്കെ, ഉറപ്പിക്കാം നമുക്ക് പഠനത്തിലൂടെ തന്നെ. ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്കാണ് വേണ്ടത്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അതോടൊപ്പം ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.